അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്ന് പറയണത് പോലെ കുരുത്തക്കേടിന് കൈയും കാലും വെച്ച രണ്ട് സാധനമാണ് കേട്ടോ ഈ കിടക്കണത്. അപ്പൊ രാവിലെ കാറ്റ് ഫുഡും ചെറിയ രീതിയിലുള്ള പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പപ്പിക്കുട്ടിന് റസ്ക് കൊടുക്കുന്ന സമയത്ത് ആ റസ്കും വാങ്ങി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഒരു 7:30 ആയിട്ടുണ്ട് സമയം. അപ്പൊ ആ വെയിൽ തട്ടി വരുന്ന സമയമാണല്ലോ, അപ്പൊ ഉറങ്ങാൻ നല്ല സുഖമാണ്. അപ്പൊ ഈ നേരമാകുമ്പോൾ ഇവിടുത്തെ പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ ഉറങ്ങായിരിക്കും കേട്ടോ. അപ്പൊ രണ്ടും കൂടിയും കിടന്ന് ഉറങ്ങാണ്. അമ്മാവനും മരുമകനും കൂടിയാണ് കേട്ടോ കിടന്നുറങ്ങണത്. ഇങ്ങനെ വികൃതിയുള്ള ഒരു പൂച്ചകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പീക്കിരി കുട്ടൻ 36 പൂച്ചകളെ വളർത്തിയിട്ടുണ്ട് ഞാൻ. ഇത്രയും കുറുമ്പുള്ള പൂച്ചക്കുട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇത്തിരി നേരം കേട്ടോ, പൂച്ചമയക്കം എന്ന് പറയുന്നത് വെറുതെ ഇല്ല കേട്ടോ. ഇത്തിരി നേരം ഉറങ്ങിയിട്ട് ഇതാ അവിടെ വെയിലത്ത് പോയി കടന്നിട്ട് രണ്ടും കൂടി തുടങ്ങി കേട്ടോ, അടിപിടി തുടങ്ങി. രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പറയേ വേണ്ട കേട്ടോ, അടിയോടടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന ചവിട്ടിയൊന്നും സിറ്റ് ഔട്ടിൽ ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ മുറ്റത്താ കിടക്കുന്നുണ്ടാവുക. എനിക്കത് എടുത്തിടൽ തന്നെയാണ് കേട്ടോ പണി. പീക്കിരിക്കുട്ടനോളം വികൃതിയും കുസൃതിയുള്ള ഒരു പൂച്ചക്കുട്ടി വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ. എത്ര പൂച്ചക്കുട്ടികളെ ഞാൻ വളർത്തിയിരിക്കുന്നു, അവൻ എന്തൊക്കെ കൊടുത്താലും ഒരു തൃപ്തി ഇല്ല കേട്ടോ. അപ്പൊ അതാ നമ്മുടെ പപ്പിക്കുട്ടൻ എന്താ ഗേറ്റിന്റെ അവിടെ കിടക്കേണ്ടത്, റോട്ടിലല്ല കേട്ടോ, നമ്മുടെ പടിക്കൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ പപ്പിക്കുട്ടന് അവന്റെ റസ്ക് ആണ് കേട്ടോ കൊടുത്തത്. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാൻ കേട്ടോ, ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞു ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു ബ്രെഡ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ റസ്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ രാവിലെ 7 മണിക്ക് വരുമ്പോ എന്താ കൊടുക്കേണ്ടതെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കണ്ടേ, അപ്പൊ രാവിലെ എന്താ കൊടുക്കണ്ടെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. ഭൂമി നല്ല ഉറക്കപ്രിയാണ് കേട്ടോ. ഭൂമിക്ക് സെറ്റിയിൽ കിടന്നിട്ട് തണുക്കണു പറഞ്ഞിട്ട് നോക്കി നോക്കൂ, ഈ ചാക്കിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ചാക്കിന്ന് മാറിപ്പോവാൻ പറഞ്ഞിട്ടൊന്നും മാറണില്ല, എന്താ വെച്ചാൽ തണുക്കുകയാണ് അത്ര കേട്ടോ. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഉറങ്ങണ ആള് നമ്മുടെ ബൊമ്മിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ അത് അവിടെ ഒരു കയറ് കിടന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുറിഞ്ഞിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറിഞ്ഞിന്റെ വിചാരം കുറിഞ്ഞി ചെറിയ കുട്ടിയാണ് എന്നാണ് കേട്ടോ. 9 പ്രസവം കഴിഞ്ഞ ആളാന്നൊക്കെ ഉള്ളത് ആള് മറന്നു പോയിരിക്കുന്നു കേട്ടോ. അവളുടെ വിചാരം അവൾക്കൊരു 6-7 മാസം, മാക്സിമം 1 വയസ്സ്, അതിൽ കൂടുതൽ പ്രായമില്ല കുറിഞ്ഞിക്ക് എന്നാണ് കേട്ടോ കുറിഞ്ഞിയുടെ വിചാരം. അതുപോലുള്ള കുസൃതികളാണ് കുറിഞ്ഞിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബോള് തട്ടി കളിക്കും, അതേപോലെ എന്ത് കണ്ണിൽ കണ്ടാലും കുറിഞ്ഞി അതൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ കുറിഞ്ഞിയോളം ആക്റ്റീവായ പൂച്ച വേറെ ഇല്ല കേട്ടോ. അപ്പോഴേക്കും ബൊമ്മി വന്നിട്ട് ഇതാ കയറിൽ അധികാരം സ്ഥാപിച്ചു കേട്ടോ. ഇത് എന്റെ കയറാണ് വിടുന്നത്. അപ്പൊ കുറിഞ്ഞി പറഞ്ഞു ഇല്ല ഇത് എന്റെ കയറാണ് പറഞ്ഞിട്ട് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ നമുക്ക് മയിലിനെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപൊരു ദിവസം. അപ്പൊ അതാ നമ്മുടെ വീടിന്റെ പിന്നിലത്തെ തൊടി നിറയെ മയിലാണ് കേട്ടോ. വീട്ടിൽ മുറ്റത്തൊക്കെ മയിൽ വരും കേട്ടോ. ഓടിന്റെ മുകളിലൊക്കെ കയറിയിരുന്നിട്ട് ചില സമയത്ത് മയിലിനൊരു കുസൃതി തോന്നി ഒരു ഓടൊക്കെ തട്ടിയിട്ട് പൊട്ടിക്കാറുണ്ട്. അപ്പൊ അതാ ഇഷ്ടം പോലെ 7-8 മയിലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പീലി വിടർത്തണ മയിലിനെ കാണാനില്ല. സാധാരണ പീലി വിടർത്തണ മയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഗേറ്റിന്റെ മുന്നിലും മതിലിന്റെ മുകളിലൊക്കെ നിക്കാറുണ്ട് കേട്ടോ. എന്ത് പിക്കിരിക്കുട്ട, മയിലിന് വേണോ, മയിലിന് പിടിക്കണോ? അയ്യടാ. അപ്പൊ പപ്പിക്കുട്ടിനെയും പൂച്ചക്കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെട്ടവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ.